നമുക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഉഴുന്നുപരിപ്പിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശമാവ് ഇഡ്ഡലി മാവ് ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മല്ലിയില വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു തവി വെച്ച് കുറച്ചായിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഭാഗം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിന് നമ്മൾ ഇവിടെ പറയുന്ന പേര് പഡു എന്നാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.